ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായി ടെൻ ഹാഗിന് 2 വർഷത്തേക്ക് അദ്ദേഹത്തിന്റെ കരാർ നീട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്ത നിലവിൽ പുറത്തുവന്നു കഴിഞ്ഞു. 2022-23 സീസണിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 8ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. പക്ഷേ FA കപ്പ് കിരീടത്തോടു കൂടിയാണ് അവർ ഈ ഒരു 2022-23 സീസൺ അവസാനിപ്പിച്ചത്. ടെൻ ഹാഗിന്റെ കീഴിൽ ഒരു സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. മികച്ച ഒരു മുന്നേറ്റം നടത്തി ആദ്യ 4-ലൊക്കെ എത്തി UEFA ചാമ്പ്യൻസ് ലീഗിന് യോഗ്യതയെങ്കിലും ലഭിക്കുമെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നു. പക്ഷേ താരങ്ങളുടെ പരിക്കാണ് അദ്ദേഹത്തെ ശരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ശരിക്കും അദ്ദേഹത്തിൻ്റെ കീഴിൽ മികച്ച പ്രകടനം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കാഴ്ചവെക്കാൻ കഴിയാത്തതിൽ അവരുടെ ഡിഫൻസിലൊക്കെയുള്ള താരങ്ങൾക്ക് നിരന്തരം പരിക്ക് പറ്റിയതൊക്കെയാണ് ഒരു കാരണം. ലിസാൻഡ്രോ മാർട്ടിനസ് ദീർഘകാലം പുറത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അഭാവമാണ് ശരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിഞ്ഞ സീസണിൽ അവരുടെ മോശം പ്രകടനത്തിന് പ്രധാന കാരണം. കൂടാതെ റാഷ്ഫോർഡ് അടക്കമുള്ള മികച്ച മുന്നേറ്റ താരങ്ങൾക്കും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ടെൻ ഹാഗുമായിട്ട് കരാർ 2026 വരെയുള്ള കരാർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കരാർ നീട്ടിയിരിക്കുന്നു. വരും സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും മികച്ചൊരു പ്രകടനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം മികച്ച താരങ്ങളുണ്ട് അവരുടെ കൂടെ. പിന്നെ മൈനോയും ഗർനാച്ചോയും ഒക്കെ ഹോയ്ബർഗൊക്കെ അവസാന സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. കൂടാതെ സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചിരുന്ന താരങ്ങളാണ് ബ്രൂണോ ഫെർണാണ്ടസ് ഒക്കെ. അദ്ദേഹത്തിൻ്റെ ഒക്കെ ഒരു സാന്നിധ്യം എന്തായാലും വരും സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും കൂടുതൽ മികച്ച പ്രകടനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഓൾഡ് ട്രാഫോർഡിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും ടെൻ ഹാഗ് യുഗം തന്നെയാണ് 2 വർഷവും. എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പരിശീലകനായി ടെൻ ഹാഗ് തന്നെ തുടരും. ഗർനാച്ചോയും ഹോയ്ബർഗും മൈനോയും ഒക്കെ അടങ്ങുന്ന ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സംഘത്തിൻ്റെ മികച്ച പ്രകടനം തന്നെ കാണാൻ കഴിയും.